ഈ നേരത്തിന്റെ ചാവി എടുത്തക്കാണ്ട് കാറിന്റെ കീ എടുത്താണ്ട് നെക്കി കളിച്ച എന്തു പോയി വണ്ടിക്കോ എടുത്ത അമ്പലമുള്ളതാണ് ഞാൻ അയച്ചൊക്കെ അടങ്ങിക്കോ ഉണ്ടല്ലോ ഓസ്കാർ അവാർഡാണ് എനിക്ക് തരണ്ടേ സിവാന. എന്റെ മോള് അഭിനയ സിംഹം. ബാപ്പ എന്തോ പണ്ടെന്തോ ചെറുപ്പത്തിലെന്തോ എന്തോ കലാതിലകനോ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളെ ഇന്നത്തെ വ്ളോഗ് നൈറ്റ് വ്ളോഗാണ് കേട്ടോ. കാരണം ഇന്നും ഇന്നലെയായിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല, നല്ല തിരക്കിലായിരുന്നു. അപ്പം ഞാൻ ബാസികാകനോട് പറഞ്ഞു ഇന്ന് എന്തായാലും പുറത്ത് കൊണ്ടുപോയിട്ട് ഫുഡ് വാങ്ങി തരണമെന്ന്. പക്ഷെ സമയം 11 മണിയായി. ബാസികാക്ക് ഇതുവരെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ക്രിക്കറ്റിൽ IPL അങ്ങനത്തെ തുടങ്ങിയിട്ടില്ല. അപ്പം അതിൻ്റെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും റെഡി ആയിട്ടുണ്ട്, ഇനി ബാസികാക്കൻ്റെ വക ഇന്ന് പുറത്തുനിന്നാണ് ഫുഡ് പറഞ്ഞു. ഓക്കെ, അപ്പം ഇന്നത്തെ പുറത്തത്തെ ഫുഡാണ് കേട്ടോ. എന്താണോ എവിടേക്കാണോ ഒന്നും അറിയില്ല. ഓക്കെ, അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. എവിടേക്ക് പുറത്തേക്കൊന്നും പോകണില്ലല്ലോ, ഇറങ്ങൂല, കാരണം എന്തായാലും ഇറങ്ങൂല. അപ്പം ജസ്റ്റ് ഒന്ന് മാറ്റി കഴിഞ്ഞ് ചുരിദാറിട്ട്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചുരിദാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ പേർക്ക് ഈ ചുരിദാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, അപ്പം ഈ ഷോള് ഈ ഷോളാണ് ഇടുന്നത്. മറ്റേ ഷോള് കോട്ടൻ്റെത് നല്ലോണം പോലെ കൊയിഞ്ഞായിട്ട് തലയിൽ നിൽക്കണില്ല. അപ്പം ഈ ഷോൾ ഇടാന്ന് വിചാരിച്ചു. ഇനി അന്നൂസും അന്നൂസും ജീവൻ കൂടെ അവിടെ ടിവിന്റെ മുന്നിലാണ്. ഞാൻ അവരൊന്ന് റെഡിയാക്കാണ്ട്. അപ്പം നേരെ ഇനി ഫുഡ് കഴിക്കാൻ പോണം. ഫുഡ് എവിടുന്നാണെന്ന് എനിക്കറിയാം. പുറത്തേക്കല്ല, ഒന്ന് പുറത്തോട്ട് ഫുഡ് കഴിക്കണം. 12 മണിയായി. ഫുഡല്ലേ നമ്മള് നേരത്തെ കഴിച്ചേ. ഞങ്ങളെ വെയിറ്റ് ചെയ്ത് 11 മണിക്ക് അവിടെ മാറ്റിക്കുണ്ട്. ഞാൻ IPL കാണേനു. ആ അതന്നെ, നിങ്ങൾ IPL കണ്ടപ്പോ നിങ്ങൾക്ക് ഇപ്പൊ എന്നെ വേണ്ട. IPL കണ്ടപ്പോ എനിക്കിപ്പൊ നിങ്ങളെ വേണ്ട. അതന്നെ, സാധാരണ ഈ നേരത്തെ മനുഷ്യന്മാർ ഉറങ്ങിയല്ലേ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ സമയത്ത് പുറത്തിറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ. പണ്ടേ തെണ്ടിയാണല്ലേ അപ്പൊ. അല്ല, നിങ്ങളെ കൂടെ വന്നപ്പോ ആരത് നിക്കി കളിച്ചിട്ടുണ്ട്. നിങ്ങളെ മുതല് അതാ നിക്കടാ, എപ്പോഴാ മാറ്റി നിക്കണ്ട് ഇവിടെ. എന്റെ പൊന്ന് ശിവാനേജ്, കുട്ടികൾക്കൊരു അപമാനാട്ടോ. സാധാരണ കുട്ടികൾ ഈ നേരത്ത് കിടന്നുറങ്ങുക ചെയ്യാ. ഈ നേരത്തിന്റെ ചാവി എടുത്തക്കാണ്ട് കാറിന്റെ കീ എടുത്താണ്ട് നെക്കി കളിച്ച എന്തു പോയി? അത് ടോയ് ഒന്നല്ല, അതിന്റെ കാറാണ്. ആ അത് ടോയ് ഞാൻ വേറെ മേടിച്ചിട്ടുണ്ട്. എനിക്കിപ്പൊ കിട്ടും ശിവാനന്റെ അടുത്ത്. എന്ത് മാറുമ്പോത്തിന് ആര് മാറി? എവിടക്ക് പോവാ? എടി ഞാൻ ട്രൗസർ ഇട്ടൊക്കെയാണ് ഇവിടെ പെരി കുത്തിറക്കണ നേരത്തിച്ച്. എന്നാലും മറ്റില്ലെങ്കിലും കുഴപ്പമില്ല പറഞ്ഞ. അല്ല എവിടുക്കാ? ഞാനേ നോമ്പിന്റെ സമയത്ത് നൈറ്റ് ഡ്രൈവ് കൊണ്ടുപോയത് മാതിരിയല്ല. ഇപ്പൊ നോമ്പ് കഴിഞ്ഞു. ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഒരു വൈബിന് എന്തേലും ഉപ്പിലിട്ടൊക്കെ തിന്നാൻ കൊണ്ട് പോണേ. അത് വേണം. എന്താ ജീവാപ്പോ പപ്പ ചാവി തന്നെ ഇല്ലെങ്കിൽ കൊണ്ടുപോകില്ല നൈറ്റ് ഡ്രൈവ് കൊണ്ടാ. വണ്ടിക്കോ എടുത്ത അമ്പലമുള്ളതാണ് ഞാൻ അയച്ചൊക്കെ അടങ്ങിക്കോ. എന്റെ പേടിച്ചോ? ഇതാണ് വലിയൊരു പറഞ്ഞിട്ട് കേക്കണം പറഞ്ഞിട്ട് മനസ്സിലായതുകൊണ്ടോ. ബാപ്പി മോളും കൂടി അങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. ഇവിടെ ഒരു ടോയ് കണ്ടിക്കണം, അത് ഓട്ടോച്ചാ പറഞ്ഞിട്ട് ഇറങ്ങിക്കണം. ബാപ്പ ഞാൻ വാങ്ങി കൊടുക്കോ എന്തോ. ഓക്കെ, ഞാനും അന്നൂസും ഇതാ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അന്നൂസ് അക്കെന്താ വേണ്ടിയേ? അന്നൂസിന് നാളെ തന്നെ വാസികാക്ക നാട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അന്നൂസ എന്തിനാ നാട് എടുത്തു പറഞ്ഞേ? അന്നൂസിന് ഓളെ താത്താന് ഒക്കെ മിസ് ചെയ്യുന്നുണ്ട് പോലും. നാളെ തന്നെ ഓളിന്റെ അടുത്തുനിന്ന് പോവാന്നാ പറഞ്ഞ. മുഖം കാണിക്കും. എന്താ പോണില്ലേ? അതെ, 24 മണിക്കൂർ വീഡിയോ കോളാണ്. ഇവിടെ എന്തിനാണ് അവ വന്നത് എനിക്കറിയില്ല. ആ ശിവനെ നോക്കാനാണ് പോലും ഓള് വന്നത്. എനിക്കൊരു ഹെൽപ്പിനാണ്. നല്ല മോളാണ് അല്ലേ, പാവാണ്. ഓ ഇപ്പൊ കരിയോ ശിവപ്പു? എമ്മി ഇഷ്ടായോ? ഇതാരെ വാങ്ങി തന്നേ? ഇതാരെ വാങ്ങി തന്നേ? ഓട്ടോറിക്ഷ പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങി പോയത്. പപ്പ ഓട്ടോച്ചാ
ആദ്യം എന്നോട് പറഞ്ഞു മുന്തിരി വേണമെന്ന് പറഞ്ഞു. ആ പിന്നെ എന്നോട് പറഞ്ഞു ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചോക്ലേറ്റിൽ ഏതാ വെച്ചപ്പോ ബബിൾ കത്തുമ്പോ ചൂണ്ടിക്കാണിച്ചു. പിന്നെ ലാസ്റ്റ് ഇത് ഒതുക്കി എന്നിട്ട് അത് കൊടുത്തേ ഷെയർ ചെയ്യോള് നന്നായിട്ട് ഷെയർ ചെയ്തു. അതെ ആര് ചോദിച്ചാലും നല്ല കുട്ടിയാണോളേ. ഇത് പകുതി പിന്നെ അനൂസിനുള്ളതുള്ളത് അതിനെ കൊണ്ട് നമ്മള് രണ്ടെണ്ണം വാങ്ങിയിട്ടില്ല കേട്ടോ. ഒന്നെന്നെ വലുതാണ് ഇല്ല ശിവ. പിന്നെ അതല്ല അനൂസ് തടി കൂടി വരുന്നോണ്ട് ചോക്ലേറ്റ് ഞങ്ങൾ കൊടുക്കാറില്ല. അല്ല ഉമ്മ പ്രത്യേകം പറഞ്ഞിരിക്കണം അവൾക്ക് ചിക്കനോ ചോക്ലേറ്റോ ഒന്നും അധികം കൊടുക്കരുത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഇന്റെ വീഡിയോയില് കണ്ടിട്ട് എന്റെ അമ്മ എന്നെ ചീത്ത പറയും ഗൈസ്. ഇല്ല ശിവ അനൂസിന് വീയല്ലേ കേറാക്കുന്നേ. ആ ഇനി മതി കണ്ടോ ഇതേ ഉള്ളു കഴിഞ്ഞു. കഴിഞ്ഞിട്ടില്ല തോലിതാക്കി തരും അമ്മ. ഗൈസ് ബാസികാക്കി ശിവാക്കും അതാ ഫുഡ് വാങ്ങുന്നുണ്ടോ. പക്ഷെ നമ്മളെ സ്ഥിരം പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഷവർമ ഷവായ എന്തോന്നാണ് ഷോപ്പിന്റെ പേര് അല്ല അന്നൂസ. ചൂടില്ല ശിവ പുള്ളിയോ. ഓ കണ്ടട്ടാ ഇതിന്റെ മേലെ ഭാഗം തണുത്ത സ്പ്രൈറ്റ് ഇട്ടോ. അന്നുണ്ടല്ലോ ഓസ്കാർ അവാർഡാണ് എനിക്ക് തരണ്ടേ ശിവാന. എന്റെ മോള് അഭിനയ സിംഹം. ബാപ്പ എന്തോ പണ്ടെന്തോ ചെറുപ്പത്തിലെന്തോ എന്തോ കലാതിലകനോ ഒക്കെ ആയിട്ടില്ലേനോ. നിങ്ങളെന്തോ കലാതിലകനൊക്കെ ആയില്ലേനോ അല്ലേ അല്ലേ. ആ ഒരു ഇത് ജീന അതിന് കിട്ടിയിട്ടുണ്ടാവേ. ബാപ്പ എന്നെ പറഞ്ഞേ. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. മാമു തിന്നോ പോവാനോ സമയം എത്ര മണിയായി അറിയോ എനിക്ക്? അറിയോ അപ്പൊ ഗൈസ് ഞാനങ്ങനെ ഫുഡൊക്കെ വാങ്ങി. ഫുഡൊക്കെ കേട്ടോ ഷവായാണ് വാങ്ങിയത്. പിന്നെ എന്താ ഫ്രൂട്ട്സ് വാങ്ങിയപ്പോൾ ഇതെന്താ നോക്കടാ. അനാറും കൈതച്ചക്കയും വാങ്ങിയിട്ടുണ്ട്. പിന്നെ നാളെ ഞാൻ കുറച്ച് സാധനങ്ങളെ വാങ്ങാറുള്ളൂ കേട്ടോ. നമ്മൾ എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കലേ. അപ്പോൾ അതുകൊണ്ട് വെറുതെ വേസ്റ്റ് ആവും. നാളെ ഞാൻ അന്നൂസ് എന്താ വേണ്ടത്? നെയ്ച്ചോറ. യെസ് നെയ്ച്ചോറും മീൻ കറിയും പിന്നെ എന്തെങ്കിലും ഉപ്പേരുണ്ടാക്കണം അല്ലേ ജിമ്മ? ഓക്കെ ഞാൻ നാളെ ഒന്ന് വെറൈറ്റി പിടിക്കാൻ വിചാരിച്ചു. എപ്പോഴും ചിക്കനും ബീഫും അല്ലേ നെയ്ച്ചോറിന്റെ കോമ്പി. അപ്പൊ ഞാൻ മീൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. ജിമ്മ മീൻ കറി വേണ്ടേ? മീൻ കറി വേണ്ട അപ്പുറത്തേക്ക് വെക്കും അമ്മയ്യ കൊച്ചും കൊണ്ട് നീക്കെ. അപ്പൊ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ അല്ലേ അന്നൂസേ? ഓക്കെ ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ.